സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവ വചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവായി പിറന്നപ്പോൾ മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിച്ച സന്ദേശമാണ് വായിച്ചു കേൾക്കുവാനിടയായത്. ഈ വാക്യത്തിൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പദവിയായ തൃത്വത്തെ നാം കാണുന്നു. യേശുവിന് ഈ വാക്യത്തിൽ 3 പദവിയാണ് അഥവാ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഈ വാക്യത്തെ പുതിയ നിയമ തൃത്വം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം യേശുവിന് ഇവിടെ 3 പേരുകളും 3 പദവികളും നൽകുകയാണ്. അവ കർത്താവ്, ക്രിസ്തു, രക്ഷിതാവ്. ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം 3 പേരുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുപോലെ തന്നെ ഇവിടെ ഈ വാക്യത്തിൽ യേശുവിനെ കർത്താവും ക്രിസ്തു രക്ഷിതാവും എന്ന 3 പേരുകളിൽ തൃത്വമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൃത്വമാണ്. തൃത്വത്തിന് ഉദാഹരണമായി നാം അനുദിനം ഉപയോഗിക്കുന്ന ചില വസ്തുക്കളെ ചിത്രീകരിക്കാനായിട്ട്, ഉദാഹരിക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി മുട്ടയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്: വെള്ള, മഞ്ഞ, തോട്. ഇത് 3ഉം ചേർന്നാണ് മുട്ട എന്ന് നാം പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തെ എടുത്ത് നമുക്ക് ഇതിനെ മുട്ട എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ വെള്ളയും മഞ്ഞയും അതിൻ്റെ തോടും ചേർന്നതിനെ നാം മുട്ട എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെയാണ് തൃത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ജലം. ജലത്തെ അഥവാ വെള്ളത്തെ 3 തലങ്ങളിൽ നമുക്ക് വിഘടിക്കാം. അഥവാ വെള്ളം 3 വസ്തുവായി രൂപാന്തരപ്പെടുന്നു. എന്നാൽ ഒന്നാണ്. വെള്ളം തണുപ്പിക്കുമ്പോൾ അത് ഖരപദാർത്ഥമായി, ഐസായി മാറുന്നു. വെള്ളം തിളപ്പിക്കുമ്പോൾ അത് ആവിയായി, വാതകമായി മാറുന്നു. വെള്ളം അതിൻ്റെ തനിമയിൽ ലായനിയായി അഥവാ ദ്രവരൂപത്തിലും കാണുന്നു. ഇങ്ങനെ വെള്ളം ഖരമാണ്, ദ്രവമാണ്, വാതകമാണ്. വെള്ളത്തിൽ നാം ഒരു തൃത്വത്തെ കാണുന്നു. അതുപോലെ തന്നെയാണ് ദൈവവും തൃത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. ഇതാ ലൂക്കോസ് 2:11 പുതിയ നിയമ തൃത്വമായി യേശുവിനെ കാണുകയാണ്. കർത്താവും ക്രിസ്തുവും രക്ഷിതാവുമായ ത്രിയേകനായ
ഏക സത്യദൈവം. അതെ, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3 യേശുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവനെന്ന് നാം കാണുന്നു. അതെ, യേശുവിനെ അറിയാം, ആ ലോകരക്ഷകനെ അറിയാം, ആ കർത്താവിനെ നമുക്കറിയാം, ആ നിത്യജീവൻ പ്രാപിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേട്ട് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. See